മേക്കാങ്കാവ് താലപ്പൊലി ആനയെഴുന്നള്ളിപ്പ് പ്രതിസന്ധി പരിഹരിക്കാൻ കളക്ടർ ഇടപെടണം. MLA കെ പ്രേംകുമാർ. ശ്രീ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം കീഴേടമായ മേക്കാങ്കാവിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നിലനിൽക്കുന്ന ആനയെഴുന്നള്ളിപ്പ് പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാങ്കേതിക തടസ്സങ്ങളും മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഒറ്റപ്പാലം MLA കെ പ്രേംകുമാറും ക്ഷേത്രം ഭാരവാഹികളും പാലക്കാട് ജില്ലാ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തരമായി ഇടപെടാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകി. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച പ്രത്യേക ജില്ലാതല സമിതി യോഗം ചേരും. ഈ യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്യുകയും എഴുന്നള്ളിപ്പിനാവശ്യമായ അനുമതികളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വള്ളുവനാടൻ പൂരക്കാലങ്ങളിൽ അവിഭാജ്യ ഘടകമായ ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾ ജില്ലാ സമിതി യോഗത്തോടെ പൂർണ്ണ പരിഹാരത്തിലെത്തുമെന്നും ദൗർഭാഗ്യകരമായ കാര്യമെന്തെന്നാൽ ഇതും മുഖ്യമന്ത്രിയുടെയും MLAയുടെയും താൽപ്പര്യങ്ങളാണെന്നും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും നെഗറ്റീവ് ചിന്താഗതിയാണെന്നുമുള്ള ധാരണ ശരിയല്ല എന്ന് MLA അഭിപ്രായപ്പെട്ടു. MLA എന്ന നിലയിൽ അതിന് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA അറിയിച്ചു. വള്ളുവനാട്ടില് പൂരങ്ങളോടനുബന്ധിച്ച് ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള വ്യത്യസ്തമാർന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. ഏതാണ്ട് മകരച്ചൊവ്വയോട് കൂടിയിട്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രശ്നം, ഉത്സവ കമ്മിറ്റികളും ആഘോഷ കമ്മിറ്റികളും ഒക്കെ പറയുന്ന ഒരു വിഷയം ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി DMC, കളക്ടർ ചെയർമാനായിട്ടുള്ള DMC, സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്റീവ് ഫോറസ്റ്റ് ACFൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെയും അവരടങ്ങുന്ന കമ്മിറ്റിയുടെയും ഭാഗമായിട്ടാണ് ആനകൾക്ക് അനുമതി കൊടുക്കുന്നത്. ഇപ്പോൾ പരിയാനംപറ്റ ക്ഷേത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മേക്കാങ്കാവിൽ അവിടെ താലപ്പൊലിയാണ് 28-ാം തീയതി ബുധനാഴ്ച. അവിടേക്ക് നിലവിൽ ദേവസ്വത്തിൻ്റെ ഒരാനയ്ക്ക് മാത്രമാണ് അനുമതി കിട്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ 10 ആന 3 വേലകളുടെ ഭാഗമായി 3 ആന വീതവും ഒരു ആന ദേവസ്വത്തിൻ്റെയും ഭാഗമായിട്ട് 10 ആന വന്നിരുന്നതാണ്. കമ്മിറ്റികൾ ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇന്ന് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കലക്ടർ ശ്രീമതി മാധവിക്കുട്ടി IASുമായിട്ട് രാവിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ സമാപനത്തിന് ശേഷം സംസാരിക്കുകയും ഈ കാര്യത്തിൽ നാളെ തന്നെ DMC ചേർന്ന് സാധ്യമായ നിലയിലുള്ള പരിശോധന നടത്തി കഴിയാവുന്ന സഹായം ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ ഇത്തരം ഉത്സവാഘോഷങ്ങളിലെല്ലാം ആളുകൾ ധാരാളം പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള സ്ഥലം, ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലം വികസിക്കുന്നില്ല, വർദ്ധിക്കുന്നില്ല, വലുതാവുന്നില്ല. പക്ഷേ ഉള്ള സ്ഥലത്ത് ആനകളെല്ലാം നിരക്കുമ്പോൾ പല സ്ഥലത്തും പല നിലയിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകുന്നു. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിലയിൽ ആന വിരണ്ടോടിയിട്ടൊക്കെയുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയാവുന്ന ഒരു കാര്യം, ഇതിനെയും കേരളത്തിലെ മുഖ്യമന്ത്രി ആനയെ എഴുന്നള്ളിക്കേണ്ടെന്ന് പറയുന്നതാണ്, അതുകൊണ്ട് കിട്ടാത്തതാണ്. MLA ഇവരെല്ലാം ഇത്തരം വിശ്വാസവും ആചാരവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യത്യസ്ത നിലപാട്, നെഗറ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്ന മട്ടിലുള്ള ഒരു തെറ്റായ പ്രചരണവും സമൂഹത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഈ പ്രതികരണത്തിന് മുതിർന്നിട്ടുള്ളത്. എന്തായാലും സാധ്യമായ നിലവിലുള്ള നിയമത്തിൻ്റെയും അതുപോലെ തന്നെ കോടതി വിധിയുടെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കഴിയാവുന്ന നിലയിലുള്ള സഹായം ജില്ലാ ഭരണകൂടവും DMCയും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒട്ടേറെ പൂരങ്ങൾ, വായില്യാങ്കുന്നും പരിയാനംപറ്റയും മുന്നാമ്പറമ്പും ഒക്കെ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമാർന്ന പൂരങ്ങളും ആഘോഷങ്ങളും ഒക്കെ വരികയാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള അത് 2015 രജിസ്റ്ററാണ് അവർ പറയുന്നത്. 15 രജിസ്റ്ററിലെ നമ്പർ പ്രകാരമേ ആനകളുടെ എണ്ണം അനുവദിക്കാനാകൂ എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സാധ്യമായ നിലയിൽ നന്നായി ഉത്സവം നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ MLA എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട് എന്നതുകൂടി നാടിനെ ആകെ ഇത്തരം മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയാണ്. ക്ഷേത്രത്തിലെ ആചാരപരമായ ചടങ്ങുകൾ തടസ്സമില്ലാതെ നടത്തുന്നതിനായി ഭാരവാഹികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ കളക്ടർ അനുഭാവപൂർവ്വം പരിഗണിച്ചു. ഇന്നത്തെ യോഗത്തോടെ നിലവിലുള്ള ആശങ്കകൾക്ക് പൂർണ്ണ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ക്ഷേത്ര കമ്മിറ്റിയും ഭക്തജനങ്ങളും.